കുവൈറ്റിലെ അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശി മരിച്ചു. കൂത്തുപറമ്പ് കള്ളിയാട്ട് ഗോപനാണ് അർബുദ രോഗത്തെ തുടർന്ന് മരിച്ചത്. 43 വയസ്സായിരുന്നു. 10 വർഷമായി കുവൈറ്റിലെ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. ദമാമിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തിരൂർ ഏഴൂർ സ്വദേശി പുല്ലൽ മുഹമ്മദിന്റെ മകൻ ബഷീറാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. അടുത്ത കാലത്തായി വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പിഴ പകുതി അടച്ച് പ്രശ്നം പരിഹരിക്കാമെന്നും എയർ ടിക്കറ്റുകൾക്ക് വെബ്സൈറ്റ് മുഖേന കുറഞ്ഞ നിരക്ക് നൽകിയാൽ മതി എന്നിങ്ങനെയുമുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ ഇരകളെ വലയിലാക്കുന്നത്. ഇത്തരം ചൂഷണങ്ങളിൽ പെട്ടുപോകരുതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ തുടരുന്നു. നിയമലംഘകരെയും അനധികൃത തൊഴിലാളികളെയും കണ്ടെത്തുന്നതിനുള്ള പരിശോധനാ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന് സൗദി തൊഴിൽ മന്ത്രാലയം കൺട്രോൾ കേന്ദ്രം തുറന്നു. മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആധുനിക സന്നാഹങ്ങളോടെ പരിശോധന കാര്യക്ഷമമാക്കുന്നതിനാണ് കൺട്രോൾ കേന്ദ്രം തുറന്നതെന്ന് തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഹരിഫ് അൽ ഹക്കബാനി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ റിയാദ് പ്രവിശ്യയിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ലഭിക്കുക. പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ഏകോപിക്കുകയും ചെയ്യുക ഇനി കൺട്രോൾ കേന്ദ്രം വഴിയായിരിക്കും. പരിശോധകർക്ക് സ്ഥലവും സമയവും നിർണ്ണയിച്ചു നൽകുക, നേരത്തെ ആസൂത്രണം ചെയ്ത പ്രകാരം നടപടികൾ പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പുവരുത്തുക, പരിശോധനയുടെ കണ്ടെത്തിയ ഫലങ്ങളുടെ കൃത്യത സ്ഥിരീകരിക്കുക തുടങ്ങിയ 3 കാര്യങ്ങളാണ് കൺട്രോൾ കേന്ദ്രം പ്രധാനമായും നടത്തുകയെന്ന് തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഫരിജ് അൽ ഹക്കബാനി പറഞ്ഞു. പരിശോധകർ പ്രായോഗികമായി നേരിടുന്ന പ്രയാസങ്ങളെ മറികടക്കുന്നതിന് കൺട്രോൾ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കും. ഉപഭോക്താക്കളിൽ നിന്നും പരിശോധകർക്ക് നേരിടേണ്ടി വരുന്ന നിയമപരമായ അന്വേഷണങ്ങൾക്ക് രേഖകളുടെ സഹായത്തോടെ മറുപടി നൽകാൻ കേന്ദ്രത്തിൽ നിന്ന് സഹായമുണ്ടാകും. അനധികൃത തൊഴിലാളികൾക്ക് വേണ്ടി രാജ്യത്ത് നടക്കുന്ന പരിശോധന പ്രക്രിയയെ കാര്യക്ഷമമാക്കുന്നതിനാണ് കേന്ദ്രം തുറന്നതെന്ന് മന്ത്രാലയം പരിശോധന വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അബു സുനൈൻ പറഞ്ഞു. പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പരിശോധകരുടെ വാഹനങ്ങൾ സാറ്റലൈറ്റ് വഴി കൺട്രോൾ കേന്ദ്രവുമായി ബന്ധിപ്പിക്കും. പരിശോധകരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ഒരേ സമയം 13 കോൾ ഫ്രീ ലൈനുകൾ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമെന്നും അബു സുനൈൻ പറഞ്ഞു. മീഡിയ 1 റിയാദ്. ബഹ്റൈനിൽ പോലീസുകാർക്ക് നേരെ അക്രമം നടത്തുകയും 2 വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിൽ 5 വിദ്യാർത്ഥികൾക്ക് തടവ് ശിക്ഷ വിധിച്ചു. അൽജാബിരിയ ഇൻഡസ്ട്രിയൽ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കാണ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ശുചീകരണ തൊഴിലാളികളുടെ വേഷം ധരിച്ച് യാചന നടത്തുന്ന തട്ടിപ്പുകാരെ പിടികൂടിയത് റിയാദ് കോർപ്പറേഷൻ അറിയിച്ചു. സിഗ്നലുകൾ, പൊതുസ്ഥലങ്ങൾ, കുടുംബങ്ങൾ സംഗമിക്കുന്ന സ്ഥലങ്ങൾ, മണി ടെല്ലറിന്റെ പരിസരം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഓഫീസിലേക്ക് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സമയം, ശമ്പളം ലഭിക്കുന്ന മാസാവസാനം തുടങ്ങിയ പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുത്താണ് ഇവർ പ്രത്യക്ഷപ്പെടാറുള്ളത്. ജനങ്ങളുടെ ശ്രദ്ധ ലഭിച്ചാൽ ശുചീകരണ പ്രവൃത്തി നടത്തുന്നതിനായി ഭാവിക്കുന്ന ഇവരെക്കുറിച്ച് വിവരം നൽകണമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര പ്രവർത്തകൻ ഒഡേസ സത്യന്റെ നിര്യാണത്തിൽ ഖത്തറിലെ പ്രിൻസ് കൾച്ചറൽ സെന്റർ അനുശോചനം രേഖപ്പെടുത്തി. മലയാള സിനിമയിലെ പ്രതിലോമ പ്രവണതകൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ജനകീയ സിനിമാ പ്രവർത്തകനാണ് നഷ്ടമായതെന്ന് FCC അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഗൾഫിൽ വസന്തകാലത്തിന്റെ വരവറിയിച്ച് അലോഹി പക്ഷികൾ വിരുന്നെത്തി. ഒമാനിലെ മുസന്തം തീരത്താണ് ഈ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തിയിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം വിട പറയുന്നതിന്റെ സൂചനയാണ് ഗൾഫിൽ അലോഹി പക്ഷികളുടെ കടന്നുവരവ്. വേനൽ മാറി വസന്തം വരാൻ ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. സെക്രോട്ട കോർമെന്റ് എന്നറിയപ്പെടുന്ന ഈ പക്ഷിയുടെ പ്രാദേശിക നാമമാണ് അലോഹി. കഴിഞ്ഞ ദിവസം ഒമാനിലെ മുസന്തം തീരത്ത് ഇവ കൂട്ടത്തോടെ എത്തിയത് ഗ്രാമീണരെ ആഹ്ലാദഭരിതരാക്കി. الأشكال طبعا تواجد تقريبا نوعين في محافظة مسندم. نوع واحد طبعا يتميز باللون الأسود. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയിനത്തിൽപ്പെട്ടവയാണ് ഇവ. സമുദ്രനിരപ്പിന് മുകളിലൂടെ ഇവ കൂട്ടത്തോടെ ദേശാടനം നടത്തുന്ന കാഴ്ച മനോഹരമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സെക്കോട്ര ദ്വീപാണ് ഈ പക്ഷികളുടെ പേരിന് ആധാരം. ലോകത്താകമാനം 5 ലക്ഷത്തോളം അലോഹി പക്ഷികൾ മാത്രമേയുള്ളൂ എന്നാണ് നിരീക്ഷകരുടെ കണക്ക്. വസന്തകാലം എത്തുന്നതോടെ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അലോഹി പക്ഷികളെ കാണാം. കടുത്ത വേനലിൽ ഇവ പടിഞ്ഞാറൻ ദിശയിലേക്ക് പറന്ന് ചെങ്കടൽ തീരത്തെത്തും. മീഡിയ 1 മസ്കത്ത്. പ്രവാസത്തിന്റെ പരിമിതികളിൽ ഒതുങ്ങിക്കഴിയുകയാണ് കലാകാരനായ ഗിരീഷ്. ചിത്രം വരയുടെ സ്വന്തം ലോകത്തു നിന്നും വിധിയുടെ വഴിയെ സഞ്ചരിക്കുമ്പോഴും ഇയാൾ കലയെ നെഞ്ചോട് ചേർക്കുകയാണ്.
ഈ ചിത്രങ്ങൾ സ്വയം പഠിച്ചെടുത്ത ഒരു കലാകാരന്റെ തൂലികയിൽ പിറന്നതാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടിയേക്കാം. എന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ ഗിരീഷ് എന്ന കലാകാരൻ വരച്ച ചിത്രങ്ങളാണിവ. വാരികകളിൽ നിന്ന് പകർത്തി പഠിച്ചയോർമ്മയിൽ പ്രവാസത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഗിരീഷ് വരക്കുകയാണ്. ജഗതിയും കൊച്ചിൻ ഹനീഫയും തുടങ്ങി ന്യൂ ജനറേഷനിലെ ദുൽഖർ സൽമാൻ അടക്കമുള്ള സിനിമാ താരങ്ങൾ ഗിരീഷിന്റെ വിരലുകൾക്ക് അനായാസമാണ് വഴങ്ങുന്നത്. പ്രീ ഡിഗ്രിക്ക് ശേഷം ചിത്രം വര പഠിക്കാൻ പോയെങ്കിലും വീട്ടിലെ പ്രാരാബ്ദങ്ങൾ അതിന് 7 മാസം കൊണ്ട് വിരാമം കുറിച്ചു. മംഗളത്തിലെയും മനോരമയിലെയൊക്കെ പിക്ചർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതേപോലെ തന്നെ പകർത്തി പഠിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ചെയ്ത് ഓരോന്ന് ചെയ്യുമ്പം കൂട്ടുകാരും ആൾക്കാരും എല്ലാം നല്ലതാണെന്ന് പറയും. അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 7 മാസം കൊണ്ട് ബേസിക് ഒന്ന് പഠിക്കും. പക്ഷേ സ്വന്തം വരച്ചു തെളിയാൻ തീരുമാനിച്ച ഇദ്ദേഹം വിധിയെ തിരുത്തി സ്വയം വളരുകയായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ വരെയായി. ദുബൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഗിരീഷിന് ഇപ്പോൾ പക്ഷേ പരിമിതികൾ ഏറെയാണ്. എന്നാൽ പ്രവാസ ലോകത്തെ തന്റെ സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്ക് ചെറുതല്ലാത്ത പ്രചോദനമാണ് നൽകുന്നതെന്ന് ഗിരീഷ് പറയുന്നു. ഓരോന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് വരച്ചില്ലേ അടുത്തത് വരച്ചില്ലേ, അടുത്ത എൻ്റെ വരയ്ക്കട ഇവരുടെ വരയ്ക്കട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പുറകെ വരുവാണ്. എല്ലാം വരച്ചിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് പതിവ്. എന്തായാലും തന്റെ കലാജീവിതത്തിന്റെ വഴിയെ നടക്കുവാൻ ഗിരീഷിന്റെ ഹൃദയം വെമ്പുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. പുതിയ അധ്യയന വർഷത്തിൽ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ 300 പുതിയ സ്വദേശി അധ്യാപകരെ നിയമിച്ചു. അബുദാബിയിലെ പബ്ലിക് സ്കൂളുകളിൽ സ്വദേശി അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നിയമനം. മുൻവർഷത്തേക്കാൾ 306 സ്വദേശി അധ്യാപകർ ഈ വർഷം അധികമായുണ്ട്. കിൻഡർ ഗാർഡനുകളുൾപ്പെടെ ഈ വർഷം 255 സ്കൂളുകളാണ് അബുദാബിയിൽ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ശേഷിയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് സിലബസ് രൂപകൽപ്പന ചെയ്തതെന്ന് അഡെക് ഡയറക്ടർ ജനറൽ ഡോക്ടർ അമൽ അൽ ഖുബൈസി അറിയിച്ചു. വീടുകളിലുണ്ടാകുന്ന അപകടങ്ങളും റോഡപകടങ്ങളും മൂലം പരിക്കേൽക്കുന്നവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്ന അബുദാബി പോലീസിന്റെ ക്യാമ്പയിന് തുടക്കമായി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നത് എങ്ങനെയെന്നും ആംബുലൻസ് വിളിച്ചു വരുത്തുന്നതിനും ക്യാമ്പയിനിലൂടെ ജീവനക്കാരെ പഠിപ്പിക്കും. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കാനും ജീവൻ രക്ഷിക്കാനും പ്രാഥമിക ചികിത്സാ പഠനം സഹായിക്കുമെന്ന് അബുദാബി പോലീസിലെ സെൻട്രൽ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അഹമ്മദ് നാസർ അൽ ഇറാസി അറിയിച്ചു. അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിന് കീഴിലെ മൈൻഡ് കരിയറിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു. ഡോക്ടർ അനീസ് അലി, രമ്യ നികേഷ്, സ്പന്ദന, ഡോക്ടർ ജമാലുദ്ദീൻ, അബൂബക്കർ കുട്ടി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യക്കാരൻ്റേതെന്ന് സംശയിക്കുന്ന അജ്ഞാത മൃതദേഹം ഒരാഴ്ചയായി ദമാമിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ. ഓഗസ്റ്റ് 14-ന് ചിലർ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ഇയാൾ ഉടൻ തന്നെ മരിച്ചു. മരണം സംഭവിച്ചതോടെ ഇയാളോടൊപ്പം എത്തിയവർ സ്ഥലം വിട്ടു. ആശുപത്രിയിൽ നൽകിയ രേഖയിൽ മഹാബീർ പ്രസാദ് എന്നാണ് പേരുള്ളത്. റിയാദിലെ പുതുക്കിയ ഇഖാമയാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇയാളെക്കുറിച്ച് അറിയുന്നവർ ആശുപത്രിയിൽ അറിയിക്കണമെന്ന് എംബസി വളണ്ടിയർമാർ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.